അമേരിക്ക പാർട്ടി എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച ഇലോൺ മസ്ക് പൗരന്മാർക്ക് സ്വാതന്ത്ര്യം തിരിച്ചു നൽകുന്നതിനാണ് പുതിയ പാർട്ടിയെന്ന് മസ്ക് വ്യക്തമാക്കി. ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ നിയമമായതിന് പിന്നാലെയാണ് മസ്കിന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മധു, ഇപ്പോൾ ട്രംപും മസ്കും തമ്മിലുള്ള പോര് അത് നമുക്കറിയാം. അതിനിടയിൽ തന്നെ ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസ്സായാൽ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമെന്നുള്ള പ്രഖ്യാപനം മസ്ക് നേരത്തെ തന്നെ നടത്തിയതാണ്. അത് യാഥാർത്ഥ്യമാകുന്നു. ഈ രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവം, ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം, അതിനൊക്കെ ഇലോൺ മസ്ക് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് മധു? എലോൺ മസ്കിന് താല്പര്യമുള്ള ഒരാൾ നാസയുടെ തലപ്പത്തേക്ക് വരണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു വിഷയത്തിലാണ് ആദ്യമായിട്ട് ഡൊണാൾഡ് ട്രംപും എലോൺ മസ്കും തമ്മിൽ തെറ്റുന്നത്. അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് ഇവർ തമ്മിലുള്ള വാഗ്വാദങ്ങളൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങൾ കാണുകയും ചെയ്തു. ഇപ്പോൾ ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ നിലവിൽ വന്നതോടുകൂടി അതിനകത്ത് തന്നെ മസ്കിന് ദോഷകരമായി അല്ലെങ്കിൽ മസ്കിന് കൂടുതൽ പണം ചെലവഴിക്കേണ്ട രീതിയിലുള്ള പല കാര്യങ്ങളും ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്പേസ് എക്സിന്റെ ബഹിരാകാശ പ്രവർത്തനങ്ങളും ദൗത്യങ്ങൾക്കും ഒക്കെ വലിയൊരു ഫീസ് തന്നെ ഈ വരും കാലങ്ങളിൽ മസ്കിന് കൊടുക്കേണ്ടി വരും. ഇലക്ട്രിക് വാഹനങ്ങൾക്കും വളരെ ദോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് പുതിയ ബ്യൂട്ടിഫുൾ ബിൽ വന്നിരിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇടഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് എലോൺ മസ്ക് പറഞ്ഞിരുന്നു. നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തിരികെ തരുന്നതായിട്ടാണ് അമേരിക്ക പാർട്ടി രൂപീകരിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച് ഇദ്ദേഹം ഒരു അഭിപ്രായ സർവേ കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സിൽ പങ്കുവച്ചായിരുന്നു. ഇതിന്റെ കൂടി ഈ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ പാർട്ടി പ്രഖ്യാപനം. മസ്ക് പറയുന്നത് പുതിയൊരു രാഷ്ട്രീയ ബദൽ 2-1 എന്ന അനുപാതത്തിൽ പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് താൻ മനസ്സിലാക്കുന്നെന്ന് പറയുന്നു. അതുമാത്രമല്ല, അഴിമതി, ധൂർത്ത്, ഇതുകൊണ്ടൊക്കെ രാജ്യത്തെ പാപ്പരാക്കുന്ന ഒരു ഏകകക്ഷി ഭരണ സംവിധാനമാണ് ഇപ്പോൾ അമേരിക്കയിലുള്ളത്. അത് ജനാധിപത്യമല്ല എന്നാണ് മസ്ക് വിമർശിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ സ്വന്തം പാർട്ടി രൂപീകരിക്കുന്നതിലേക്ക് അദ്ദേഹം പോകുന്നതും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പാർട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെന്ന് വിചാരിച്ചാലും ജന്മം കൊണ്ട് അമേരിക്കൻ പൗരത്വം അല്ലാത്തത് കൊണ്ട് മസ്കിന് ഒരിക്കലും അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ കഴിയില്ല. പക്ഷേ ഇനിയിപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണമാണ് വരാനിരിക്കുന്നത്. കാര്യം അദ്ദേഹം ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വേണ്ടി വന്നാൽ മസ്കിനെ ആഫ്രിക്കയിലേക്ക് നാടുകടത്തുമെന്ന് അദ്ദേഹം ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൃഷ്ണ റീജിത്ത്. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ട്രംപിനെതിരെ രാഷ്ട്രീയ യുദ്ധം പ്രഖ്യാപിച്ച് പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ് ഇലോൺ മസ്ക്. ഇനി ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രതികരണം വരേണ്ടിയിരിക്കും.